തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ വലിയ തോതിൽ സംഘർഷം നിലനിൽക്കുകയാണ്. സത്യപ്രതിജ്ഞാ വിവാദത്തിന് പിന്നാലെ മേയറെ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷാംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ BJP എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഘർഷ സാധ്യതയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോടതി 20 കൗൺസിലർ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയത്. വളരെ പെട്ടെന്ന് തന്നെ സത്യപ്രതിജ്ഞ അവർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് ചട്ടലംഘനമാണ് എന്നതായിരുന്നു BJP അംഗങ്ങൾക്ക് നേരെ CPIM ഉയർത്തിയിരുന്ന ആക്ഷേപം. ഇപ്പോഴിതാ ഈ പ്രതിഷേധം തുടരുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് മേയറെ കൗൺസിലർമാർ തടയുന്നു. CPIM കൗൺസിലർമാരാണ് മേയറെ തടയാൻ ശ്രമിച്ചത്. വലിയ പ്രതിഷേധമാണ് CPIM കൗൺസിലർമാർ ഇപ്പോൾ ഉയർത്തുന്നത്. അങ്ങനെ BJP CPIM കൗൺസിലർമാർ നേർക്കുനേർ വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം ഉൾപ്പെടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കടത്തിവിടാൻ, മേയറെ കടത്തിവിടാൻ, നഗരസഭയിലേക്ക്, കോർപ്പറേഷനിലേക്ക് കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോടതി അയോഗ്യമാക്കിയത്. ദൈവനാമത്തിന് പകരം ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനായിരുന്നു ഇത്തരത്തിൽ ഉള്ള ഒരു നടപടി ഉണ്ടായത്. അതോടൊപ്പം തന്നെയാണ് ആർ സുഗതൻ, കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ കാപ്പ ചുമത്തപ്പെട്ട സാഹചര്യമുണ്ട്. ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. മേയർ VV രാജേഷിനെ കടത്തിവിടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതിനെ പ്രതിരോധിക്കാൻ BJP പ്രവർത്തകരും ശ്രമിച്ചതോടുകൂടിയാണ് വലിയ സംഘർഷം സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ? കാപ്പ കേസിൽ ജയിലിലകപ്പെട്ട വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് LDF നടത്തിയ സമരമാണ് ഇപ്പോൾ നഗരസഭയിൽ നടന്നത്. ഇതിനിടയിലാണ് LDF കഴിഞ്ഞ 3 ദിവസങ്ങളായി അനിശ്ചിതകാല റിലേ ഇവിടെ നഗരസഭയുടെ മുമ്പിൽ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സമരം നഗരസഭയുടെ ഉള്ളിലേക്കും എത്തി. നേരത്തെ തന്നെ കോടതി വിധിയെ തുടർന്ന് BJPയുടെ 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യുക എന്നുള്ളൊരു വിധി വന്നിരുന്നു. എന്നാൽ ഇന്നലെ വെറും 19 കൗൺസിലർമാർ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കാര്യം അതിൽ ഒരാൾ സുഗതനായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരാൾ പറയുന്ന ജയിലിൽ കിടക്കുന്ന സുഗതൻ എന്ന കൗൺസിലറാണ്. വെറും 4 ആഴ്ച മാത്രമാണ് സുഗതന് സമയമുള്ളത്. അല്ലെങ്കിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം അസാധുവായി പോകും. അതിനിടയിലാണ് ഇവിടെ ഉപരോധം അല്ലെങ്കിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരുന്നതിനിടയിലാണ് BJP കൗൺസിലർമാർ ഇവിടെ നഗരസഭയുടെ VV രാജേഷിന്റെ ഓഫീസിന് മുൻപിൽ എത്തുന്നത്. അപ്പോൾ ഇവർ നേർക്കെത്തിയപ്പോൾ വലിയൊരു തരത്തിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. BJP കൗൺസിലർമാരും LDF കൗൺസിലർമാരും തമ്മിൽ വലിയൊരു സംഘർഷം തന്നെയാണ് ഉണ്ടായത്. ഇതിലൊരു BJP കൗൺസിലർ, വനിതയായിട്ടുള്ള BJP കൗൺസിലർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്.
യെസ്, ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ കോർപ്പറേഷനിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. നേരത്തെ ആര്യ കോർപ്പറേഷൻ മേയറായിരുന്ന സമയത്ത് വിവിധ വിഷയങ്ങളിലടക്കം വലിയ പ്രതിഷേധം ആയിരുന്നു ഉയർന്നു വന്നത്, പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്ത് നിന്ന്. അന്ന് BJP പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ BJP ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. അവിടെയാണ് സുഗതൻ എന്ന കൗൺസിലർ കാപ്പ കേസ് ചുമത്തപ്പെട്ടു എന്നത് വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ BJPക്ക് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി 20 കൗൺസിലർമാരുടെ അംഗത്വം, അതായത് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ മരവിപ്പിച്ച സാഹചര്യമുണ്ടാകുന്നു. 24 മണിക്കൂറിനകം, മണിക്കൂറുകൾക്കകം തന്നെ സത്യപ്രതിജ്ഞ അവർ ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നു. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് അടക്കം ലംഘനമാണ് നടന്നിട്ടുള്ളത് എന്ന വിമർശനം ആയിരുന്നു കൗൺസിലർ CPIM കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. അങ്ങനെ ഇതാ കയ്യാങ്കളിയിലേക്കടക്കം എത്തുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. ഇപ്പോൾ കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, വലിയ സംഘർഷം ഉടലെടുക്കുന്നു, ഒരു ഏറ്റുമുട്ടലിലേക്ക് BJP CPIM കൗൺസിലർമാർ പോയി എന്നത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്, അത് തന്നെയാണ് രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഒരു കയ്യാങ്കളിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതുകൂടിയാണ്. തിരുവനന്തപുരം നഗരസഭ മുമ്പും സമാനമായ രീതിയിൽ നഗരസഭ കൗൺസിൽ ഹാളിലടക്കം ഇത്തരം ഏറ്റുമുട്ടലുകൾക്ക് വേദിയായിട്ടുണ്ട്. നഗരസഭയിൽ ഇന്ന് ഇടത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുകയായിരുന്നു. നഗരസഭ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും റൂമിന് പുറത്താണ്, മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും റൂമിന് പുറത്താണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഈ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് മേയറും ഡെപ്യൂട്ടി മേയറും കടന്നു വന്നത്. അവരെ മുറിയിലേക്ക് കടത്താതെ അവിടെ പ്രതിഷേധക്കാർ നിരന്നിരിക്കുകയായിരുന്നു. അവർക്കിടയിലൂടെ മുറിയിലേക്ക് കടക്കാൻ ബലമായി കടക്കാനുള്ള ശ്രമം മേയറുടെ ഭാഗത്തു നിന്നും ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്.